പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എൻ്റെ കുട്ടിക്കാലം ഭക്ഷണമാണെങ്കിൽ എല്ലാം നമ്മുടെ പറമ്പിലുണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട്, പച്ചക്കറികൾ വെച്ചിട്ടുണ്ടാകുന്ന കറികളും, നെൽവയലിൽ നമ്മൾ തന്നെ കുറച്ച് പേര് കൂടി കൃഷി നടത്തി അതിൽ നിന്നും കിട്ടുന്ന അരി, അല്ലാതെ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു ഭക്ഷണവും എൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മയിലില്ല. ഇപ്പം അന്ന് കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് ഈ യാത്ര ഒരു 54 വർഷത്തെ യാത്ര കഴിഞ്ഞിപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ എൻ്റെ ഏജുള്ള ആളുകളുടെയൊക്കെ ലൈഫിൽ എന്തെല്ലാം പേരുകൾ കേട്ടിട്ടുണ്ട്. അത് ആദ്യം തന്നെ നമുക്കൊരു ബിരിയാണി കഴിക്കണം എന്നൊരു മോഹം. അത് കഴിഞ്ഞ് ഫലൂഡ, അങ്ങനെ അടുത്ത് ഈ സൗത്ത് ആഫ്രിക്കൻ ഇപ്പോൾ നോക്കിയാൽ സൗത്ത് ആഫ്രിക്കൻ ഡിഷസ് കഴിക്കണം, അല്ലെങ്കിൽ ചൈനയിലെ ഡിഷസ് കഴിക്കണം, ജപ്പാൻകാരുടെ ഡിഷസ് കഴിക്കണം. അങ്ങനെ അവിടെ നമ്മുടെ തൊടിയിൽ നിന്ന് ഉള്ള കിട്ടുന്ന പാചകത്തിന് കിട്ടുന്നതായിട്ടുള്ള വെജിറ്റബിൾസ് അതെല്ലാം കഴിച്ചിരുന്ന എൻ്റെ ആഗ്രഹങ്ങൾ ഈ ബക്ലാവ കഴിക്കണം, അങ്ങനെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കണം, പുറം രാജ്യങ്ങളിലെ ഭക്ഷണം കഴിക്കണം എന്ന് ചിന്തിക്കത്തക്ക രീതിയിലുള്ളൊരു വളർച്ച ആ രംഗത്ത്, എൻ്റെ ആഗ്രഹങ്ങളുടെ ആ ഒരു വളർച്ച അവിടെ എത്തി നിൽക്കുകയാണ്. വസ്ത്രങ്ങളാണെങ്കിൽ 3 4 വസ്ത്രങ്ങൾ, അത് സ്കേർട്ട്, ബ്ലൗസ്, അങ്ങനെയുള്ള അതെല്ലാം ഇപ്പം പകൽ വെളിച്ചം പോലെ കാണാം എൻ്റെ മനസ്സിൽ. അതിൻ്റെ ഡിസൈനും എല്ലാം എത്ര ഡ്രസ്സ് ഉണ്ടായിരുന്നു. ചെരുപ്പാണെങ്കിൽ അന്നത്തെ ചെരുപ്പും അതെല്ലാം വളരെ വില കുറഞ്ഞ ചെരുപ്പുകളും അങ്ങനെ. അപ്പം ആ ഡ്രസ്സ്, ചെരുപ്പ്, ബാഗ്, അങ്ങനെയുള്ള എല്ലാം അതിൻ്റെ ആ ഒരു ഐറ്റം അതിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ഫാഷനബിൾ, ന്യൂ ഡിസൈൻ, അങ്ങനെ പുതിയ പുതിയ ഡിസൈനിലുള്ള ഡ്രസ്സുകൾ, ചെരുപ്പുകളാണെങ്കിൽ എത്ര വെറൈറ്റി വേണം, എത്ര വിലയുടെ വേണം, അതങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളും ഒപ്പം ഇങ്ങനെ വളരുകയാണ്. അതുപോലെ തന്നെ നടന്നാണ് സ്കൂളിൽ പോയിരുന്നത്. പിന്നെ സൈക്കിളായി, ബസ്സായി, 2 വീലറായി, കാറായി. ഇപ്പോൾ കാറ് എന്ന് പറയുന്നത് എത്ര കാറുകളാണ് അല്ലേ? നമ്മുടെ ഓരോ ഫിനാൻഷ്യൽ ഗ്രോത്തിനനുസരിച്ച് നമ്മളുടെ കാറിൻ്റെ ഗ്രേഡ് കൂടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ എല്ലാ വീടാണെങ്കിലും ഓടിട്ട വീട്ടിൽ നിന്ന് ഇപ്പം ബംഗ്ലാവ് പോലുള്ള വീടുകളായി എല്ലാവർക്കും ഒരുവിധം ഇത്ര ഏജും ജോലിയൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ തന്നെ അങ്ങനെ, അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ ബിസിനസ്സോ അങ്ങനെയൊക്കെ ചെയ്ത് ഒരുവിധം എല്ലാവരും നാട്ടിൽ അത്രയും ആ ഒരു ഓടിട്ട വീട്ടിൽ നിന്ന് ടെറസ് വീട്ടിലേക്ക് മാറുന്ന രീതിയിലേക്ക് എന്തായാലും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ഹയറായിട്ട് ഓരോ ലെവലിലേക്കും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഈ ഓടിട്ട വീട്ടിൽ കിടന്നാൽ മതിയെന്ന് ചിന്തിക്കുന്നത് കുഴപ്പമില്ല. അല്ലാതെ ബെറ്ററായിട്ടുള്ള ഒരു കംഫർട്ടബിളായിട്ടുള്ള വീട് വേണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോഴാണ് പുതിയ പുതിയ ഭവനങ്ങൾ നാം ഉണ്ടാക്കുന്നതല്ലേ. അപ്പം അങ്ങനെ വീടിൻ്റെ ആണെങ്കിലും വീട്ടിലെ സൗകര്യങ്ങളാണെങ്കിലും, പിന്നെ കാറാണെങ്കിൽ അതും ആധുനിക പല പല സൗകര്യങ്ങളോട് കൂടിയ കാറുകളായി ഇപ്പോൾ. അപ്പം എല്ലാ ലെവലിലും നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. ഏതോ ഒരു പോയിൻ്റ് ഓഫ് ടൈം വരെ ഇപ്പോൾ കുട്ടിക്കാലത്ത് വളരെ സന്തോഷമാണ്. വൈകുന്നേരം കിടക്കാൻ പോകുന്ന സമയത്ത് ആദികളൊന്നുമില്ല, വളരെ സന്തോഷത്തിൽ തന്നെ ആണ് എത്രയോ കാലം ജീവിച്ചു പോയത്. ഈ ഇല്ലായ്മകളിലും ഇപ്പം നോക്കുമ്പോൾ നമുക്ക് അന്ന് എത്രയോ ഡിസ്കംഫേർട്ടിലാണ്, ഇല്ലായ്മകളിലാണ് ജീവിച്ചിരുന്നത്. അപ്പം ആ സമയത്ത് പക്ഷേ എല്ലാം ഉണ്ട് എന്നുള്ള ആ ഒരു കണ്ടൻമെൻറ്റ്, സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്നുള്ളൊരു നിറവ് ഉള്ളത് കൊണ്ട്, അങ്ങനെ ചിന്തിച്ചിരുന്നത് കൊണ്ട് ഒരിക്കലും ഇല്ല എന്ന് തോന്നിയിട്ടില്ല. അപ്പം വി വർ ഹാപ്പി, ആ സമയത്തൊക്കെ ഹാപ്പിയാണ്.
പിന്നെ ഏതോ ഒരു പോയിൻ്റ് ഇപ്പം ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ ഇപ്പം എന്തൊക്കെയോ ആധികളാണ്. കുട്ടികളെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ഭാവിയെ പറ്റിയോ എന്തിനെ പറ്റിയാണ് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ മതി. അപ്പം ഹെൽത്തിനെ പറ്റിയോ എല്ലാം ആശങ്കകളാണ്. അന്നൊന്നും ഹെൽത്തിനെ പറ്റി ആശങ്കയില്ല. കാരണം ഹോസ്പിറ്റലിലൊന്നും പോയതായിട്ടോ ഒന്നും ഓർമ്മകളില്ല. എന്താ പാൽക്കായം, പിന്നെ എന്തെങ്കിലും ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കുളിക്കുക, നാരങ്ങ വെള്ളം കുടിക്കുക, ചൂട് കഞ്ഞി കുടിക്കുക, അതൊക്കെ കൊണ്ടൊക്കെ ഇതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങളുണ്ടെങ്കിൽ അങ്ങ് മാറിക്കോളും. അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിലൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ മൾട്ടി ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു രോഗം വന്നാൽ ഏത് ഹോസ്പിറ്റലിലാണ് അതിനും വൈഡ് ചോയ്സായി. നമ്മൾ വലിയ സൗകര്യങ്ങളുള്ള വീട് പണിയുന്നത് പോലെ തന്നെ അതേ സൗകര്യങ്ങളോട് കൂടിയ ഹോസ്പിറ്റലിൽ പോയി കിടക്കണം നമുക്ക്. അങ്ങനെ അപ്പം ഈ യാത്രയിൽ എവിടെ വെച്ചാണ് ഇതുപോലെ ടെൻഷൻ, എന്താ നമ്മുടെ ആഗ്രഹങ്ങളുടെ ഒരു ലെവൽ കൂടിയത് കൊണ്ടാണോ, എന്തുകൊണ്ടാണ്, എവിടെയാണ്, ഏത് പോയിൻ്റ് ഓഫ് ടൈമിലാണ് ഈ സന്തോഷം നഷ്ടപ്പെട്ടത്? ഓൺ ദ വേ എപ്പോഴോ അത് നഷ്ടപ്പെട്ടു. അത് ഒരു പോയിൻ്റ് ഓഫ് ടൈം വരെ ഈ ബുദ്ധിമുട്ടിലും പ്രശ്നങ്ങളിലും ഒക്കെ നമ്മുടെ കൂടെ ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ എന്നാലും ഏതോ ഒരു പോയിൻ്റ് ഓഫ് ടൈം വരെ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അത് നമ്മളെ പിടികൂടാൻ തുടങ്ങിയത് എവിടെയാണെന്നൊന്ന് നമുക്ക് പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും. താങ്ക് യു.